ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം നിങ്ങൾക്കറിയാം. സലീൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തെ ആദ്യത്തെ 5 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. Now let us discuss on the 6th point, that is parliamentary form of government. What do you mean by parliamentary form of government? അല്ല, എന്താണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്? ഇന്ത്യ ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണെന്ന് ചോദിച്ചാൽ അതെ എന്നാണ് ആൻസർ. ഇനി എന്താണ് അതുവഴി ഉദ്ദേശിക്കുന്നത്? നമ്മളത് ഇംഗ്ലണ്ടിൽ നിന്നാണ് പാർലമെൻ്ററി ഫോം കടമെടുത്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ദ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന് പാർലമെൻറ്റിനോട് അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിനോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ത്യയിലെ ലെജിസ്ലേച്ചറിന് പറയുന്ന പേരാണ് പാർലമെൻറ്റ്. അപ്പം if executive is responsible to legislature, it is called parliamentary form of government. The Constitution of India establishes parliamentary system of government both at the center and the states. ഇപ്പോൾ കേന്ദ്രത്തിലും സംസ്ഥാന തലത്തിലും നമ്മൾ പാർലമെൻ്ററി സിസ്റ്റമാണ് ഉള്ളത്. ഇന്ത്യയിൽ കേന്ദ്രത്തിലാണെങ്കിൽ യൂണിയൻ പാർലമെൻ്റ് ഉണ്ട്, സംസ്ഥാനത്താണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ. കേരളത്തിലും ഉണ്ട് സംസ്ഥാന നിയമനിർമ്മാണ സഭ. തിരുവനന്തപുരത്താണത് തിരുവനന്തപുരത്താണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. The Indian parliamentary system is largely based on the British system of parliamentary democracy. ഇപ്പോൾ ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. In this system, the real executive is directly responsible to the parliament for acts of omissions and commissions. അപ്പം ഇതിനകത്ത് പാർലമെൻ്ററി സിസ്റ്റത്തിലെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ ക്യാബിനറ്റ് അല്ലെങ്കിൽ മന്ത്രിസഭ, they are responsible to the legislature or parliament. പാർലമെൻറ്റിനോടോ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിനോടോ ഈ മന്ത്രിസഭയ്ക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഫോർ ഓൾ ഓഫ് ഇറ്റ് ദെയർ ആക്ട്സ് ഓഫ് ഒമിഷൻസ് ആൻഡ് കമ്മീഷൻസ്, അവരുടെ എല്ലാ ചെയ്തികളും ചെയ്യാത്തവയും, അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അതൊക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, അല്ലേ? അതാണ് ഒമിഷൻസ് ആൻഡ് കമ്മീഷൻസ്, ചെയ്തികളും ചെയ്യാത്തവയും ഒമിഷൻസ് ആൻഡ് കമ്മീഷൻസ് എന്ന് പറയുന്നത്. Otherwise, the executive is subordinate and responsible to the legislature in all their actions. It is based on the principle of cooperation and coordination between the legislative and executive organs of the government. ഇപ്പോൾ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിലുള്ള സൗഹാർദ്ദപരമായ ബന്ധമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. In a parliamentary system of government, the head of the state is nominal, അല്ലേ? നമ്മുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അത് നോമിനൽ എക്സിക്യൂട്ടീവ് ഹെഡാണ്, അല്ലെങ്കിൽ നാമമാത്രമായ പരിമിതമായ അധികാരങ്ങളുള്ള എക്സിക്യൂട്ടീവ് ഹെഡാണ്. Whereas the prime minister, who is the leader of the majority party in the parliament, is the real executive. അതേസമയം ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അദ്ദേഹം പാർലമെൻറ്റിലെ മെജോറിറ്റി പാർട്ടി അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയ വോട്ടുകളും സീറ്റുകളും കിട്ടിയ പാർട്ടിയുടെ നേതാവായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കറിയാമല്ലോ, ഇപ്പം ഇന്ത്യൻ പാർലമെൻറ്റിലെ മെജോറിറ്റേറിയൻ പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, BJP ആണ്. ഇപ്പോൾ BJPയുടെ ലീഡറായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നിരിക്കുന്നു. The authority in such system vests in the cabinet, which is collectively responsible to the parliament. ക്യാബിനറ്റിൻ്റെ അർത്ഥം മന്ത്രിസഭ. ക്യാബിനറ്റ് ഈസ് collectively responsible to the പാർലമെൻറ്റ് ഓർ ലെജിസ്ലേച്ചർ. അപ്പം മന്ത്രിസഭയ്ക്ക് പാർലമെൻറ്റിനോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതായിരിക്കും. They remain in office so long as it enjoys the confidence of the legislature. So the executive or cabinet remains in office so long as it enjoys the confidence of the legislature. അപ്പം പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിൻ്റെ പിന്തുണ, വിശ്വാസം എത്ര കാലമുണ്ടോ അത്രയും കാലം എക്സിക്യൂട്ടീവിന് അധികാരത്തിൽ തുടരാവുന്നതാണ്. The system is known as the Westminster model of government, responsible government, cabinet government and the prime ministerial government. അപ്പോൾ ഇതിനെ 4 പേരുകളിൽ അറിയപ്പെടുന്നു. ഒന്നെങ്കിൽ വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ എന്ന് നമുക്കിതിനെ വിളിക്കാം, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഗവൺമെൻറ്, ഉത്തരവാദിത്തമുള്ള ഭരണം, അല്ലെങ്കിൽ ക്യാബിനറ്റ് ഗവൺമെൻറ്, മന്ത്രിസഭാ ഗവൺമെൻറ്, അല്ലെങ്കിൽ അതിനെ പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെൻറ് എന്നും വിളിക്കാം. അതാണ് നമ്മുടെ 6th പോയിന്റ് നമ്മളിപ്പം പഠിച്ചത്. നെക്സ്റ്റ് സലീൻ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പാർലമെൻ്ററി സോവറൻറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി.
പാർലമെൻറ്റിന് അതിൻ്റേതായ പരമാധികാരമുണ്ട്. അതേസമയം അപ്പുറത്തെ വശത്ത് ജുഡീഷ്യറിക്ക് അല്ലെങ്കിൽ കോടതികൾക്ക് അതിൻ്റേതായ അധികാരവും ഉണ്ട്. അതെന്താണെന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പാർലമെൻറ്റിൻ്റെ ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ അല്ലേ, പാർലമെൻറ്റ് ടു മേക്ക് ലോസ് അല്ലേ, നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് പാർലമെൻറ്റിൻ്റെ ജോലി. ഇനി കോടതിയുടെ ജോലി എന്താണ്? നിയമത്തെ വ്യാഖ്യാനിച്ച് തീർപ്പ് കൽപ്പിക്കുക അല്ലേ, നിയമത്തിൽ തീർപ്പ് കൽപ്പിക്കുക. ആ നിയമം എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലേ, അത് വ്യക്തമാക്കുക. ആ നിയമത്തിൽ തീർപ്പ് കൽപ്പിക്കുക, നിയമത്തെ വ്യാഖ്യാനിക്കുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക അല്ലേ, ടു ഇൻ്റർപ്രറ്റ് ലോ. ദാറ്റ് ഈസ് ദ റോൾ ഓഫ് ജുഡീഷ്യറി. അപ്പോൾ അത് തമ്മിൽ രണ്ടുപേരും തമ്മിലൊരു കോംപ്രമൈസ് ചെയ്താണ്, പാർലമെൻറ്റിനെയും ജുഡീഷ്യറിയും തമ്മിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലും നമ്മൾ മുന്നോട്ട് പോകുന്നത്. The Indian Constitution stands for a compromise between parliamentary sovereignty and judicial supremacy. Indian Parliament is not supreme as that of the British Parliament, and Indian judiciary is not as supreme as in the United States of America. നമുക്കറിയാം ഇന്ത്യയിലെ പാർലമെൻറ്റ് ഇംഗ്ലണ്ടിലെ അത്രയും പാർലമെൻറ്റ് അത്രയും പരമാധികാരമുള്ള അല്ല. അതേപോലെ തന്നെ ഇന്ത്യയിലെ സുപ്രീം കോടതി അമേരിക്കയിലെ പോലെ അത്രയും സുപ്രീം ആയിട്ടുള്ള ഒന്ന് അല്ല. രണ്ടിൻ്റെ ഒരു അല്ലേ എന്താണ് ഒരു മിക്സ്ചറാണെന്ന് പറയാൻ സാധിക്കും. It is a proper synthesis between the British principle of parliamentary sovereignty and the US principle of judicial supremacy. രണ്ടിൻ്റെ ഒരു സിന്തസിസ് ആണ്. The Supreme Court on the one hand can declare the act of parliament or state legislature null or void if it is against the spirit of the constitution or the rights of citizens etc. through its power of judicial review. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് സുപ്രീം കോടതിക്ക് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളെ റദ്ദ് ചെയ്യാം അല്ലേ, ഇഫ് ഇറ്റ് വയലേറ്റ്സ് ദ പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം ആ നിയമം ഭരണഘടനയുടെ തത്വങ്ങളെ ലംഘിക്കുന്നതാണെങ്കിൽ അല്ലേ. ഇപ്പോൾ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കുന്നു, ആ പാസ്സാക്കിയ നിയമം ഭരണഘടനയുടെ തത്വങ്ങൾക്ക് എതിരായിട്ടുള്ള നിയമമാണെങ്കിൽ ആ നിയമത്തെ കോടതികൾക്ക് റദ്ദ് ചെയ്യാൻ സാധിക്കും. അതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് അറിയപ്പെടുന്നത്. ഒന്ന് എഴുതി വെച്ചേക്കുക കേട്ടോ, നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ആ നിയമത്തെ റദ്ദ് ചെയ്യാൻ സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ അല്ലേ. ജുഡീഷ്യൽ റിവ്യൂ മീൻസ് ദ പവർ ഓഫ് ദി ജുഡീഷ്യറി to make invalidate a law passed by the legislature or an order of the executive if it violates the provisions of the constitution. അപ്പം എക്സിക്യൂട്ടീവിൻ്റെ ഓർഡറും ലെജിസ്ലേച്ചറിൻ്റെ നിയമവും ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ കോടതി ആ നിയമത്തെയും ആ ഓർഡറിനെയും റദ്ദ് ചെയ്യുന്നു, അസാധുവാക്കുന്നു. അതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് അറിയപ്പെടുന്നത്. അത് കോടതിയുടെ ഒരു പവറാണ്. On the other hand, the parliament is absolutely supreme in the sphere of legislation within the bounds of the constitution. അപ്പം നേരെ മറുവശത്തെ പാർലമെൻറ്റ് നിയമം നിർമ്മിക്കുന്നതിൽ അവർക്ക് പരമാധികാരം പാർലമെൻറ്റിനുണ്ട്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് വേണം പാർലമെൻറ്റ് നിയമം പാസ്സാക്കുവാൻ. Again, the parliament can amend the major portion of the constitution through its constituent power. അല്ലേ, അതുപോലെ തന്നെ ഭരണഘടനയെ അമെൻഡ് ചെയ്യുക അല്ലേ, ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയെ അമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഭേദഗതി വരുത്തുക അല്ലെങ്കിൽ അതിനകത്ത് മാറ്റം വരുത്തുക എന്നുള്ളത് പാർലമെൻറ്റിൻ്റെ ജോലിയാണ്, അധികാരമാണ്, പാർലമെൻറ്റിൻ്റെ അധികാരമാണ്. ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നത് സുപ്രീം കോടതിയുടെ അധികാരമാണെങ്കിൽ ഭരണഘടനയെ അമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭേദഗതി നടത്തുന്നത് പാർലമെൻറ്റിൻ്റെ അധികാരം ആയിരിക്കും. അപ്പോൾ രണ്ടുപേരുടേതായ ഉത്തരവാദിത്വം ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ ഇന്ത്യൻ ഡെമോക്രസി ഈസ് എ സിന്തസിസ് ബിറ്റ്വീൻ പാർലമെൻ്ററി സോവറൻറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രീമസി. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സലൈൻ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. അതാണ് നമ്മുടെ എട്ടാമത്തെ പോയിൻ്റാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് പാർട്ട് 3 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റിനെ പറ്റി ഡീൽ ചെയ്യുന്നത്. പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 12 to 35 അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 14 to 32 14 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ടു ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. 6 തരം
ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 6 മേഖലകളാക്കി തിരിച്ചിട്ടിരിക്കുകയാണ്. വി ബോറോഡ് ദ കൺസെപ്റ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫ്രം ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. നമ്മൾ അമേരിക്കയിൽ നിന്നാണ്, അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കടമെടുത്തിരിക്കുന്നത്. These rights are justiciable in nature and constitutional remedies are provided for their enforcement. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിഷ്യബിൾ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിന് ജസ്റ്റിഫയബിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് തെറ്റാണ്. അത് നിങ്ങൾ ജസ്റ്റിഷ്യബിൾ എന്ന് ആക്കിക്കോണം, അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ് രാഷ്ട്രം വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ നമുക്ക് നിഷേധിച്ചാൽ, നമുക്ക് ഡിനൈ ചെയ്താൽ, വി ക്യാൻ അപ്രോച്ച് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. നമുക്ക് കോടതിയിൽ പോയി പരിഹാരം നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്ക് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സിറ്റിസൺസിന് ഡിനൈ ചെയ്യുവാൻ ഗവൺമെൻറ് അധികാരമില്ല. ഗവൺമെൻറ് അങ്ങനെ ചെയ്താൽ ജനങ്ങൾക്ക് എവിടെ ചെല്ലാം? കോടതിയെ സമീപിച്ച് അവരുടെ മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അതാണ് ജസ്റ്റിഷ്യബിൾ എന്ന് പറയുന്നത്. The Constitution thus makes the judiciary as the guardian of the rights and liberties of the people. അപ്പോൾ ജനങ്ങളുടെ റൈറ്റ്സും ലിബർട്ടീസും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു ഗാർഡിയൻ, ഒരു രക്ഷകർത്താവായിട്ട് കോടതി ഇവിടെ പ്രവർത്തിക്കുകയാണ്. പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ആണ്. If any of the rights is violated, a citizen has the right to seek the protection of the judiciary. നേരത്തെ പറഞ്ഞു തന്നെ, ജുഡീഷ്യറി ഏതെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ സിറ്റിസൺസ് can approach സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്ട്സ്. They are binding on the legislature as well as on the executive. അപ്പോൾ എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും സുപ്രീം കോടതിയുടെ ഡിസിഷൻസ് ബൈൻഡിങ് ആണ്, അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അവർ ഫണ്ടമെൻ്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ നിയമം നിർമ്മിക്കുവാനും ഓർഡറുകൾ ഇറക്കുവാനും ഒന്നും സാധിക്കില്ല. Any act of the legislature or order of the executive can be declared null and void. Null and void എന്ന് പറഞ്ഞാൽ അസാധുവാക്കാം, make invalidate, if it violates any of the fundamental rights guaranteed to the citizens by the constitution. ഇതും നേരത്തെ പറഞ്ഞ ജുഡീഷ്യൽ റിവ്യൂ തന്നെയാണ്. ഇപ്പോൾ ഭരണഘടനയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ് ഏതെങ്കിലും വയലേറ്റ് ചെയ്യുവാൻ എക്സിക്യൂട്ടീവോ ലെജിസ്ലേച്ചറോ ശ്രമിച്ചാൽ കോടതിക്ക് ആ എക്സിക്യൂട്ടീവിൻ്റെ ഓർഡറിനെയും ആ ലെജിസ്ലേച്ചറിൻ്റെ നിയമത്തെയും ഇൻവാലിഡേറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ അസാധുവാക്കുവാൻ അല്ലെങ്കിൽ നൾ ആൻഡ് വോയിഡ് ആക്കുവാൻ അല്ലെങ്കിൽ ക്വാഷ് ചെയ്യുവാനുള്ള അധികാരം കോടതികൾക്ക് ഉണ്ട്. These rights are meant for promoting the idea of political democracy. അപ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന ഒരു ആശയം, അല്ലെ, രാഷ്ട്രീയ ജനാധിപത്യം നമുക്ക് സാധിച്ചെടുക്കുന്നതിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ബട്ട് നൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈസ് അബ്സല്യൂട്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റിലെ ഒന്നും തന്നെ അബ്സല്യൂട്ട് അല്ല, അല്ലെങ്കിൽ ഉപരിയായിട്ട്, അല്ലേ, അതിരുകളില്ലാത്തതല്ല, അല്ലേ. ഫണ്ടമെൻ്റൽ റൈറ്റ് ഒന്നും അബ്സല്യൂട്ട് അല്ല. നൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും അതിരുകളില്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതല്ല ഒരു ഫണ്ടമെൻ്റൽ റൈറ്റും. എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. The Constitution itself provides necessary limitations over it. എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ താഴെയും പല റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റീസണബിൾ ആയിട്ടുള്ള ന്യായമായ നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ. സിറ്റിസൺസിന് ഇപ്പം റൈറ്റ് ടു വർക്ക്, അല്ലേ, തൊഴിലിനുള്ള അവകാശം, റൈറ്റ് ടു വർക്ക്, അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. പക്ഷേ എന്ന് പറഞ്ഞ് ഏത് തൊഴിലും ചെയ്യാൻ നമുക്ക് അധികാരമില്ല, അല്ലേ. അതൊന്നും അബ്സല്യൂട്ട് അല്ല, അല്ലേ. എന്ന് പറഞ്ഞാൽ എനിക്ക് കള്ളക്കടത്ത്, അല്ലേ, സ്മഗ്ലിങ് നടത്തണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റ് ഇമ്മോറൽ ട്രാഫിക് നടത്തണമെന്ന് പറഞ്ഞാൽ, അതിൻ്റെ തൊഴിലാണെന്ന് പറഞ്ഞാൽ നടക്കില്ല, അല്ലേ. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റും അബ്സല്യൂട്ട് അല്ല. പരിധികളില്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ അതിരുകളില്ലാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അല്ല. The state has the right to impose reasonable restrictions over these rights. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോണം. The state has the right to impose reasonable restrictions over these rights. അപ്പോൾ എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെയും മുകളിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രം എന്നുള്ള അർത്ഥത്തില്ല, രാഷ്ട്രത്തിന് റീസണബിളായ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും. The Constitution seeks to strike a balance between individual freedom and social interests. അപ്പോൾ ഇൻഡിവിജ്വൽ ഫ്രീഡത്തെയും സോഷ്യൽ
ഇൻട്രസ്റ്റിനെയും ഒരുമിപ്പിച്ച് അല്ലേ, അല്ലെങ്കിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെയും സമൂഹത്തിൻ്റെ പൊതുവായ താല്പര്യത്തെയും തമ്മിൽ കൂട്ടിമുട്ടാത്ത രീതിയിൽ അല്ലേ, രണ്ടിനെയും തമ്മിൽ കൂട്ടിയിടിക്കാത്ത രീതിയിൽ രണ്ടിനും രണ്ടിൻ്റേതായ അല്ലേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് രാഷ്ട്രവും ഭരണഘടനയുമൊക്കെ ആഗ്രഹിക്കുന്നത്. The main rights guaranteed under our constitution are as follows. അപ്പോൾ 6-fold classification of fundamental rights നമ്മൾ പറഞ്ഞു, 6 രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. ആർട്ടിക്കിൾസ് 14 to 18, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ റൈറ്റ് ടു ഈക്വാളിറ്റി എഴുതി വെച്ചോണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ 19 to 22, 19 മുതൽ 22 വരെ റൈറ്റ് ടു ഫ്രീഡം. ആദ്യത്തത് റൈറ്റ് ടു ഈക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം. രണ്ടാമത്തത് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നെക്സ്റ്റ് തേർഡ് കാറ്റഗറി ആർട്ടിക്കിൾ 23 and 24, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. നെക്സ്റ്റ് ആർട്ടിക്കിൾ 25 to 28, 25 മുതൽ 28 വരെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മത സ്വാതന്ത്ര്യം, മത അധികാരം, മത അവകാശം. നെക്സ്റ്റ് ആർട്ടിക്കിൾ 29 to 30 എന്താണ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, മലയാളത്തിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ. നെക്സ്റ്റ് ആർട്ടിക്കിൾ 32, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഓക്കെ, അപ്പം ഇത്രയും ഇപ്പം 8 പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫണ്ടമെന്റൽ റൈറ്റ് ഓടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. So we will continue on the next class. So basic features of Indian Constitution is an important area of study in your syllabus. You have to conduct a thorough study on it. Okay. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഒക്കെയാണ് 9ാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പം we will continue on the next class. Stay tuned.